ഹിറ്റടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് അവന് expectation but is worth one time watch. A bit of violence is here. വയലൻസ് ഉണ്ട്, പക്ഷേ 1-ന്റെയും 2-ന്റെയും അത്ര എത്തിയിട്ടില്ല. അത് ഫാമിലി ആയിട്ട് കാണാൻ ഇത്തിരി പാടാണ്. കാര്യം വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. അതിനൊക്കെ വന്ന് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹിറ്റിന്റെ എലമെന്റ് അത് നല്ല ഡള്ളായിപ്പോയി. അധികമല്ല, വയലൻസ് ഉണ്ട്. ഇതൊരു വയലൻസ് എന്ന പോലെ ഇവര് കൊണ്ടുവന്ന പടമല്ലേ, എയർ റൈറ്റഡ് പടമല്ലേ, അതിനുള്ള വയലൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുന്നെങ്കിൽ ഇച്ചിരി ലാഗ് ഉണ്ട്. 3 പാർട്ടും കൊള്ളാം. 4ാമത്തെ പാർട്ടിൽ കാർത്തി വരുന്നുണ്ട്, വേറെ ലെവലിലാണ്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ലൈക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നമുക്കത് ഫീൽ ആയില്ല. ബാക്കിയൊരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ ഫൈറ്റും പിന്നെ ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ട് പോയിട്ടുണ്ട്. ഒരു 1 ടൈം വാച്ചബിളാണ്, കൊള്ളാം. ഒരു ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്, ഹിറ്റ് 4 എന്ന് പറഞ്ഞിട്ട്, അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് കൊള്ളാം, നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. പടം കൊള്ളാം, നല്ല പടമാണ്. ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിൽ കുറച്ചും കൂടെ ബ്ലഡ് ഷെഡ് കൂടുതലാണ്. പിന്നെ മേക്കിങ്ങും കൊള്ളാം. പിന്നെ ഫൈറ്റ് സീക്വൻസ് ബെസ്റ്റ്. ഞാൻ ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് എബോ ആവറേജ് ആണ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുന്നെങ്കിൽ ഇച്ചിരി ലാഗ് ഉണ്ട്. അനാവശ്യ റൊമാൻസ് ഉണ്ട്, അതൊക്കെ ഒഴിച്ചൊരു നൈസാണ്. വയലൻസ് ഉണ്ട് അത്യാവശ്യം, കൊള്ളാം. വയലൻസ് ഉണ്ട്, ഹിറ്റടിയും നല്ല. വയലൻസ് കുഴപ്പമില്ല, വലിയ വയലൻസ് കുഴപ്പമില്ല. മാർക്കോ വലിയ വയലൻസ് ഒന്നുമില്ല. ഓവറോൾ കൊള്ളാം. ഒരു 1 ടൈം വാച്ച്. അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു. ഗെയിമും എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ഫൈറ്റ്സ് ആയിരുന്നു, BGM എല്ലാം കൊള്ളായിരുന്നു. വയലൻസ് ആവശ്യത്തിനാണ്, എല്ലാം നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു, നൈസ് പടം, നല്ലതാണ്. കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. കുറച്ച് വയലൻസ് ഒക്കെ, ആക്ഷൻ പടമാണ്. നല്ല സിനിമ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് അത്ര എനിക്ക് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഞാനി കിട്ടില്ല. ഞാനിയുടെ ഒരു ഫസ്റ്റും സെക്കൻഡും പോലെ അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമല്ല, ഇത് ആക്ഷൻ പടമാണ്. അപ്പോൾ ആ രീതിയിൽ കൊള്ളാം. അധികമല്ല, വയലൻസ് ഉണ്ട്. ഇതൊരു വയലൻസ് എന്ന പോലെ ഇവര് കൊണ്ടുവന്ന പടമല്ലേ, എയർ റൈറ്റഡ് പടമല്ലേ, അതിനുള്ള വയലൻസ് ഉണ്ട്. പടം ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ഉണ്ട്. പിന്നെ 4th കേസ് ഉണ്ട്. 4th കേസിൻ്റെ ഒരു ലീഡോടുകൂടെയാണ് നിർത്തുന്നത്. ലാസ്റ്റ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഷുവർ ആയിട്ടുണ്ട്. படம் சூப்பர் ப்ரோ, நல்லா இருக்குது, வேறு லெவலில் இருக்குது. வயலன்ஸ் அதிகமாக இருக்குது. 18+ மாத்திரம் போன மாதிரி. வேறு நெக்ஸ்ட் பார்ட்டில் கார்த்தி வருന്നുണ്ട്, சூப்பர் ஹிட். பார்ட் 3 സൂപ്പർ, വേറെ ലെവൽ. 3 പാർട്ടും കൊള്ളാം. 4ാമത്തെ പാർട്ടിൽ കാർത്തി വരുന്നുണ്ട്, വേറെ ലെവലാണ്. പടം നല്ല പടമാണ്, കാണാം, കുഴപ്പമില്ല. വയലൻസ് തന്നെ, നല്ല ബോറില്ല പടം, ഒരു ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ ഇത്തിരി പാടാണ്. കാര്യം വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. ബോറില്ല, പടം കാണാം. ഹിറ്റ് 1-ന്റെയും 2-ന്റെയും അത്ര ഒന്നും എത്തിയിട്ടില്ല, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വയലൻസ് ഉണ്ട്, പക്ഷേ 1-ന്റെയും 2-ന്റെയും അത്ര എത്തിയിട്ടില്ല. അത് കൊള്ളാം. ഞാനിനെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഹിറ്റല്ലേ, കുഴപ്പമില്ല. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര വർക്കായില്ല. ഈ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തേർഡ് ആക്ട്, ലാസ്റ്റ് ആക്ട് ഇല്ലേ, അതാണ് കുറച്ചുകൂടെ ഒരു പടത്തിനെ ലിഫ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് ഈ ഹിറ്റിൻ്റെ ഫ്രാഞ്ചൈസിൻ്റെ ആ ഒരു ലെവല് കീപ്പ് ചെയ്തില്ലെന്ന് തോന്നിയായിരുന്നു. മറ്റേത് മൊത്തം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇതിൽ പോകുന്നതല്ലേ, അപ്പോൾ അതത്രയ്ക്ക് വർക്കായില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ആ ലാസ്റ്റുള്ള ക്ലൈമാക്സ് ഫൈറ്റും സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. വയലൻസ് അതാ പറഞ്ഞത്, ഈ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ, ആ ഫൈറ്റ് അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല വയലൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാനിയൊക്കെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ഫസ്റ്റ് ഹാഫും ആ ഒരു ഭൂരിഭാഗം സമയവും ഭയങ്കര ഡള്ളാണ്. ലാസ്റ്റാണെന്ന് എലിവേറ്റ് ആയി വരുന്നത്. ഹിറ്റടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് അവന്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറടിച്ച്. കാര്യം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എലമെൻറ്റ് നമ്മൾ ഹിറ്റ് 1-ഉം 2-ലും കണ്ട ഇൻവെസ്റ്റിഗേഷൻ എലമെൻറ്റ് കുറച്ച് ഡള്ളായിപ്പോയി. അതാണ് ഫുള്ള് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നിട്ട് ആക്ഷൻ സീക്വൻസിലോട്ട് പോകും. അപ്പോഴും നൈസായി. അപ്പോഴാണ് ഞാനിയൊക്കെ വന്ന് കുറച്ച് സ്കോർ ചെയ്യണതും വയലൻസൊക്കെ അപ്പോഴാണ് ഒന്ന് സെറ്റായി വന്നത്. അപ്പോഴ് സിനിമ നന്നായി. പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള ക്യാമിയോസൊക്കെ ഉണ്ട്. അത് എന്തോന്ന് പറയാനുള്ള, നിങ്ങൾക്ക് അതിനൊക്കെ വന്ന് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹിറ്റിൻ്റെ എലമെൻറ്റ് അത് നല്ല ഡള്ളായിപ്പോയി. പക്ഷേ ആ ഒരു ആക്ഷന് വേണ്ടി കാണാം, നൈസാണ്. Expectation but is worth one time watch. A bit of violence is here. നമ്മളെ പ്രതീക്ഷിച്ചതിന് അത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ബിൽഡപ്പായിട്ട് പറയണം. കാര്യം ഞാനിന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സാധാരണപ്പെട്ട ഒരു നടനാണ്. കാര്യം ചെതിൽ നിന്ന് പിന്നെ ഒരു വലിയൊരു ഇതിലോട്ട് വന്നതാണ്. നമ്മളെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഒരു നടന. കാര്യം എനിക്ക് പുള്ളിയുടെ ആക്ടിങ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇച്ചിരി റൊമാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ശകലം വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത്. അത് മാർക്കയും ഇതും വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കോ ഇതിൽ കൂടെ കുറേ വയലൻസ് കൂടുതലാണ്. എന്നാലും ഇതൊരു നൈസ് മൂവിയാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാം. വലിയ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കുറ്റം പറയാനായിട്ടില്ല. പക്ഷേ പുള്ളീനെ കുറേ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്യാമിയോ റോൾ ചെയ്യാനായിട്ട്
എനിക്കൊരു അവസരം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നത് കാർത്തികായി ഇപ്പോൾ സൂര്യയുടെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 4ാമത്തെ ഭാഗമുണ്ട്. 4ാമത്തേത് ഒരു ജംഗൽ പൊളിയായിരിക്കും എന്ന് മനസ്സിൽ തോന്നുന്നു. അപ്പോൾ 4ാമത്തേന് കട്ട വെയിറ്റ് ചെയ്യണം ബ്രോ. സൂര്യണ്ണൻ്റെ പടം കാണാൻ പോണു. വൻ പ്രതീക്ഷയോടെ പോവുകയാണ്. പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ.